നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ നായകനായ ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ലയണൽ മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ട് തങ്ങളുടെ മക്കൾക്ക് മെസ്സിയുടെ പേര് നൽകുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അർജന്റീനയിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ മെസ്സിയുടെ പേര് നിരോധിക്കേണ്ട ഒരു അവസ്ഥ തന്നെ വന്നിരുന്നു എന്നുള്ളതാണ്. കാരണം ജനിക്കുന്ന ഭൂരിഭാഗം കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾ മെസ്സി എന്ന പേരായിരുന്നു നൽകിയിരുന്നത്. ഇതുകൊണ്ടായിരുന്നു ആ മുനിസിപ്പാലിറ്റിയിൽ മെസ്സിയുടെ പേര് നിരോധിക്കേണ്ടി വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അർജന്റീൻ മാധ്യമമായ TVC സ്പോർട്സ് ഉൾപ്പെടെയുള്ളവർ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്തോനേഷ്യൻ ദേശീയ ടീമിൽ ലയണൽ മെസ്സി ഇടം നേടി എന്ന തലക്കെട്ടോടു കൂടിയാണ്. മറ്റൊന്നുമല്ല, ഇന്തോനേഷ്യയുടെ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അണ്ടർ 17 ടീമിൽ ഇടം നേടാൻ ലയണൽ മെസ്സി അൽ ഫച്ചരി എന്ന താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുള്ളത്. കേവലം 16 വയസ്സ് മാത്രമാണ് ലയണൽ മെസ്സി അൽ ഫച്ചരി എന്ന ഈ താരത്തിനുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2008 മെയ് 6-ാം തീയതിയാണ് താരം ഇന്തോനേഷ്യയിൽ വെച്ചുകൊണ്ട് ജനിക്കുന്നത്. മെസ്സി ഒരു സൂപ്പർ താരമായി വളരുന്ന ഒരു സമയമാണ് 2008 എന്നുള്ളത്. അർജന്റീനയോടൊപ്പം അണ്ടർ 20 വേൾഡ് കപ്പും അതുപോലെ തന്നെ ഒളിമ്പിക് ഗോൾഡും ഒക്കെ ലയണൽ മെസ്സി നേടി നിൽക്കുന്ന ഒരു സമയമാണ് അത്. അന്ന് 21 വയസ്സ് മാത്രമുള്ള മെസ്സി ബാഴ്സയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ മാതാപിതാക്കൾ ലയണൽ മെസ്സിയുടെ പേര് തങ്ങളുടെ മകന് നൽകാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഇപ്പോൾ വളർന്ന് ഇന്തോനേഷ്യയുടെ ഒരു താരമായി കൊണ്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ മെസ്സിയെ പോലെ ഒരു മുന്നേറ്റ നിര താരമല്ല അൽ ഫച്ചരി. നിലവിൽ അദ്ദേഹം പ്രതിരോധ നിരയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്തോനേഷ്യയുടെ പ്രതിരോധം കാക്കാൻ ഇനി ലയണൽ മെസ്സിയും ഉണ്ടാകും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.